നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ ദേവന്മാരിൽ നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ ദേവന്മാരിൽ നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ രോഗത്തിന്, നിന്റെ കഷ്ടത്തിന്, നിന്റെ ഭാരത്തിന്, നിന്റെ സകല വിഷയങ്ങൾക്ക് യേശുവെ പോലെ മതിയായവൻ ആരുമില്ല. നിനക്കു തുല്യനായ സ്വർഗത്തിൽ ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ ദേവന്മാരിൽ നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ ദേവന്മാരിൽ നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ പാപത്തിൻ കറകൾ പോക്കാം പാവനരെ കണ്ടിട്ടേ പാപത്തിൻ കറകൾ പോക്കാൻ പാവനരെ കണ്ടിട്ടേ അങ്ങേ പോലെ ആരുമില്ല യാഗമയീർന്നവനേ അങ്ങേ പോലെ ആരുമില്ല യാഗമയീർന്നവനേ യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല ഇല്ല ഇല്ല യേശുവെ പോലെ ആരുമില്ല ഓ റിബ ബാലാറാബ ശൈഖ ബാലാറാബാല യേശുവെ പോലാരുമില്ല
യേശുവേ പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനേ ആരുമില്ല യേശുവെ പോലെ ആരുമില്ല വിശ്വാസത്തോടെ ധൈര്യത്തോടെ ഉറപ്പോടെ നിശ്ചയത്തോടെ യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല യുഗത്തിലും ഭൂമിയിലും തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ ചേർന്ന് പാടാം ആരാധന 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 അങ്ങെപ്പോലെ സ്നേഹിച്ചിടാവതില്ലേ ആർക്കുമേ അങ്ങെപ്പോലെ സ്നേഹിച്ചിടാവതില്ലേ ആർക്കുമേ അതുകൊണ്ട് ആരാധന കരങ്ങളെ വീശിക്കൊണ്ട് ആരാധന
പ്രേമ ഗീതമാ എന്നെ എൻ പ്രേമ തുല്യം ചൊല്ലാൻ ആരുമില്ലേ കർത്താവേ, നിനക്ക് തുല്യനായ ആരുമില്ലേ, നിനക്ക് തുല്യനായ ആരുമില്ല കർത്താവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങിപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ എല്ലാവർക്കും ഇരിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുവാകട്ടെ. ഏതാണ്ട് 3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇന്ന് നിങ്ങളുടെ മധ്യേ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽപ്പാൻ കർത്താവുന്ന അവസരത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 മാസത്തോളം ഞങ്ങൾ അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകാനിടയായി. കൂടാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം കാലിഫോർണിയയിൽ ഏതാണ്ട് 1 മാസത്തിലധികം ആയിരിപ്പിനിടെ ബാക്കി സമയങ്ങളൊക്കെയും കാലിഫോർണിയ മുതൽ ന്യൂയോർക്ക് വരെയും ഫ്ലോറിഡ മുതൽ മിനിസോട്ട വരെയും എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ തലങ്ങും വിലങ്ങും അനേക സഭകളിൽ ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ വചനവും അറിയിക്കാനും സൃഷ്ടിപ്പാനും എല്ലാം കർത്താവ് അവസരം തന്നു. അവിടെയുള്ള ഓരോ ദൈവമക്കളും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ വളരെ ദൈവകൃപയിൽ വർദ്ധിച്ചു വരുവാൻ ഈ ദിവസങ്ങളിടയാകുന്നു. സുവിശേഷത്തിന് വേണ്ടി എന്തും ഏതുമായി തീരുവാൻ തക്കവണ്ണമുള്ള ഒരുക്കത്തോടെ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആരാധനയുടെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ പല സ്ഥലങ്ങളിലും കാണുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരുന്നു, തണലായിരുന്നു. അതിനെല്ലാം നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് യാത്രയിലൊക്കെയും വളരെ
ബന്ധപ്പാടുകളുണ്ടായിട്ടും ശാരീരികമായി ബുദ്ധിമുട്ടില്ലാതെ ദൈവം ഞങ്ങളെ കാത്ത് സൂക്ഷിച്ചു. എവരി 3rd ഡേ ഞങ്ങൾ ജേർണി ആയിരുന്നു. അതും 4-5 മണിക്കൂർ ഫ്ലൈറ്റിൽ ലഗേജും എല്ലാം എടുത്തുകൊണ്ടുള്ള യാത്ര ഒരു കണക്കിന് ഭയങ്കര ദുഷ്കരമായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടുത്തെ പോലെ തന്നെ ദൈവത്തിന് സ്തോത്രം, ഫ്ലൈറ്റിന് 2 മണിക്കൂർ 1 മണിക്കൂർ മുമ്പെങ്കിലും അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ചിലപ്പോൾ അത് ഭയങ്കര തിരക്കുള്ളത് കൊണ്ട് 1 മണിക്കൂർ മുമ്പ് ചെന്ന് പിന്നെ ലഗേജ് എടുത്തിട്ട് ഓടണം. ഇങ്ങനെയൊക്കെയുള്ള ബന്ധപ്പാടുണ്ടായിട്ടും ക്ഷേമമായി കർത്താവ് ഇവിടെ നിങ്ങൾ സഹായിച്ച് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ ഈ മാസം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം എബ്രായ ലേഖനം എന്ന പുസ്തകമാണല്ലോ. എബ്രായ ലേഖനത്തിൽ ദൈവത്തിന് സ്തോത്രം ആഴമേറിയ പല ആലോചനകളും നിങ്ങൾ കേട്ടു. നിങ്ങൾ തന്നെ പഠിച്ച് ദൈവത്തിൻ്റെ ആലോചനകൾ നിങ്ങൾ പ്രാപിച്ചു കാണുമെന്ന് എനിക്കറിയാം. എന്നാൽ ഇന്ന് രാത്രി പിന്നെയും നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ദൈവത്തിൻ്റെ വചനമെന്ന് പറഞ്ഞ് എത്ര പഠിച്ചാലും എത്ര കേട്ടാലും മതി വരാത്തതാണ്. ദൈവത്തെ സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഈ ചോറ് തിന്നാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? പ്രൈസ് ഗോഡ്. നമ്മുടെയൊക്കെ മലയാളത്തിൽ നമ്മുടെ നാട്ടുകാരുടെ കണക്കനുസരിച്ച് കൊച്ചിന് 6 മാസമാകുമ്പോഴാണ് ആദ്യത്തെ ചോറ് കൊടുക്കുന്നത്. പ്രൈസ് ഗോഡ്. അതിന് ശേഷം ദിവസവും ചോറാണ്. നമ്മൾ 3 നേരം ചോറ് കൊണ്ടുവന്നവരുണ്ട്, 2 നേരം ചെല്ലുന്നവർ ഷുവറായിട്ടുമുണ്ട്, ഉച്ചയ്ക്കും വൈകുന്നേരം. ഇപ്പോഴാണ് പിന്നീട് ഈ ചപ്പാത്തിയൊക്കെ ആക്കിയത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ രാവിലെയും ചോറ്, ഉച്ചയ്ക്കും ചോറ്, വൈകുന്നേരം ചോറ്, രാവിലെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ്, വൈകുന്നേരം ചോറ്, ഇങ്ങനെ ചോറ് അങ്ങനെയായിരുന്നു. പക്ഷേ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു മടുപ്പും തോന്നിയിട്ടില്ല. പ്രൈസ് ഗോഡ്. മാത്രമല്ല ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഒരു റഷ്യയിൽ പോയിട്ട് ഏതാണ്ട് 1 മാസത്തോളം കഴിഞ്ഞ് 2 മാസത്തോളം കഴിഞ്ഞ് വന്നപ്പോൾ ആദ്യം ചെയ്തത് ഇച്ചിരി ചോറ് തിന്നുകയായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എത്ര കേട്ടാലും എത്ര അങ്ങോട്ട് നമ്മൾ ഭക്ഷിച്ചാലും മതി വരാത്ത ഒന്നാണ് ദൈവവചനമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരോട് വന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എബ്രായ ലേഖനത്തിൽ നിന്ന് തന്നെ വീണ്ടും നമുക്ക് അല്പകാര്യങ്ങൾ ചിന്തിക്കാം. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എബ്രായ ലേഖനം 10-ാം അധ്യായം 35 മുതൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, 39 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഹീബ്രു ചാപ്റ്റർ 10 വേഴ്സ് 35-39. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. പ്രൈസ് ഗോഡ്. ഈ വാക്യങ്ങൾ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 2 കൂട്ടരുണ്ട്. ഒരു കൂട്ടര് ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, പിന്മാറുന്നവർ. 2 കൂട്ടര്, രണ്ടാമത്തെ കൂട്ടര് പ്രാപിക്കുന്നവർ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പിന്മാറുന്നവർ എങ്ങോട്ടാണ് പിന്മാറുന്നതെന്ന് അറിയാമോ? നാശത്തിലേക്ക്. പ്രാപിക്കുന്നവരെന്തുവാ പ്രാപിക്കുന്നത് അറിയാമോ? ജീവരക്ഷ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എങ്ങനെ പ്രാപിക്കും? വിശ്വസിച്ച്. ദൈവത്തെ സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ, വല്ലതും പ്രാപിക്കാൻ താല്പര്യമുള്ളവരുടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ, മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു. നമ്മൾ പ്രാപിക്കും. എങ്ങനെ പ്രാപിക്കും? വിശ്വസിച്ചുകൊണ്ട് പ്രാപിക്കും. ഇന്ന് രാത്രി ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് ചിലത് ഇന്ന് പ്രാപിക്കും എന്ന് ഉറപ്പോടെ വന്നിട്ടുള്ളവർ എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. അതെ, നിങ്ങൾ ചിലത് പ്രാപിച്ച് മടങ്ങി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ക്കേണ്ട ദൈവികമായ പ്രമാണം ഏതെന്ന് ചോദിച്ചാൽ അത് വിശ്വാസത്തിന്റെ പ്രമാണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിൽ മോശ പ്രവൃത്തികളാലുള്ള നീതീകരണത്തെക്കുറിച്ച് വിശദമായി പഠിപ്പിച്ചിട്ട് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പ്രവൃത്തിയാലുള്ള നീതീകരണത്തിന് സാധിക്കാതെ പോയത്, ന്യായപ്രമാണത്തിന് സാധിക്കാതെ പോയത് ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിപ്പിക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം വിശ്വാസത്തിൻ്റെ പ്രമാണം ലോകത്തിന് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ പ്രമാണം നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ വിശ്വാസികളിൽ നിന്നറിയപ്പെടുന്നത്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് വിശ്വാസികൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്? ഞാൻ ക്രിസ്ത്യാനികളുടെ പേരല്ല ചോദിച്ചത്. പ്രൈസ് ഗോഡ്. ഞാൻ ജാതിയല്ല ചോദിച്ചത്, ഞാൻ മതമല്ല ചോദിച്ചത്. ഇന്ന് രാത്രി ഞാൻ വിശ്വാസി എന്ന് പറയത്തക്കവണ്ണം എത്ര പേര് വന്നിട്ടുണ്ട്? ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇന്ന് രാത്രി എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇന്ന് രാത്രി നിന്നെ ജീവിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പലവിധ പ്രശ്നങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ, ചിലവിധ ഭാരങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ, നിന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി എനിക്കും നിനക്കും ധൈര്യത്തോടെ പറയാം, ഞാൻ വിശ്വാസത്താൽ ജീവിക്കും, ഞാൻ വിശ്വാസത്താൽ ജീവിക്കും, ഞാൻ വിശ്വാസത്താൽ ജീവിക്കും. I will live by
faith. ഇന്ന് രാത്രി വിശ്വാസം വ്യാപരിക്കട്ടെ. ജീവിപ്പിക്കുന്ന വിശ്വാസം വ്യാപരിക്കട്ടെ. രക്ഷിക്കുന്ന വിശ്വാസം വ്യാപരിപ്പിക്കട്ടെ. ഉടബല ഹത്തുര ജബന ദലബല ഹസ്തൽ കൗഡ. നിന്നെ നിലനിർത്തുന്ന വിശ്വാസം വ്യാപരിക്കട്ടെ. നിന്നെ ബലപ്പെടുത്തുന്ന വിശ്വാസം വ്യാപരിക്കട്ടെ. നിന്റെ പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ തക്ക വിശ്വാസം ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. Let faith manifest tonight. In the name of Lord Jesus. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ചില ജീവിതങ്ങളിലേക്ക് ഇന്ന് രാത്രി സത്യവിശ്വാസത്തിന്റെ ആഴമേറിയ അനുഭവങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കൂടെ അവന്റെ വചനത്താൽ ഇന്ന് അയക്കണമേ. ഉദാലബര ദഗന ജലമ അസ്തുര ജപന രഗതക രഗത അത്തൽ കൗഡേ ജമന ജലമ. യേശുവിന്റെ നാമത്തിൽ ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. സൃഷ്ടിയുടെ ചരിത്രം പഠിച്ചാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആകാശം വേർതിരിക്കാനായിട്ട് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം ഉപയോഗിച്ചത് വചനം. ദൈവത്തിന് സ്തോത്രം. സൃഷ്ടിപ്പിന് വേണ്ടി 6 ദിവസം ഉപയോഗിച്ചത് വചനം. 7-ാം ദിവസം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. വചനം ഉപയോഗിച്ചല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്, അവൻ്റെ കരം കൊണ്ട് മെനഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വചനം ഉപയോഗിച്ച് മനുഷ്യൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞല്ല നിർമ്മിച്ചത്, അവൻ്റെ കരം കൊണ്ട് വരഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മനുഷ്യ, നിൻ്റെ ശരീരത്തിലെ ഓരോ ഇഞ്ചും എൻ്റെ ദൈവത്തിൻ്റെ കരം തൊട്ടതാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരം എന്നെ തൊട്ടതാണ്. ദൈവത്തിൻ്റെ കരം എന്നെ സ്പർശിച്ചതാണ്. ദൈവത്തിൻ്റെ കരം എന്നെ ഉരുവാക്കിയതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ ദൈവകരത്തിൻ്റെ സ്പർശനം നഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ അത് തിരികെ പിടിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. That very touch of Jesus and the power of God. ഇന്ന് രാത്രി ദൈവസ്പർശനം ചില ജീവിതങ്ങളിലേക്ക് കടന്നു വരട്ടെ. ഇന്ന് വരെ ഇല്ലാത്ത ഒരു അനുഭവത്തിൽ ഒരു ദൈവിക സ്പർശനം, ഒരു ദൈവിക സ്പർശനം, ഒരു ദൈവിക സ്പർശനം. സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങൾ അനുഭവിച്ച് മടങ്ങിപ്പോകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, ഈ ദൈവസ്പർശനം വന്ന് കഴിയുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ദൈവസ്തോത്രം. അതുവരെ അമ്പട ഞാനേ എന്നും പറഞ്ഞ് ഞാനങ്ങോട്ട് ചെന്നപ്പം, ഞാനങ്ങോട്ട് പറഞ്ഞപ്പം, ഞാനങ്ങോട്ട് പിടിച്ചപ്പം, ഞാനങ്ങോട്ട് ഇടിച്ചപ്പം എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ദൈവിക സ്പർശനം വന്ന് കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് ഉയർന്നു വരുന്നൊരു സത്യമായ ഒരു പ്രസ്താവനയുണ്ട്. അതെന്താണെന്നറിയാമോ? നിന്നതല്ല ഞാൻ, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ.
ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ നിന്നെ കരുതിയ വിധങ്ങൾ ഓർക്ക്, നടത്തിയ വിധങ്ങൾ ഓർക്ക്. ഇനിയും ജയം നിനക്കാണ്, ഇനിയും ജയം നിനക്കാണ്, ഇനിയും ജയം നിനക്കാണ്. ഇനിയും കൃപ, ഇനിയും കൃപ, ഇനിയും കൃപ, വറ്റാത്ത കൃപ, നിലനിൽക്കുന്ന കൃപ, ചോരാത്ത കൃപ. ഇനിയും കൃപ തോന്നി കരുതിയിടണേ, ഇനിയും ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ സ്തോത്രം. ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിയിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിയിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കരുതും, ഇനിയും കൃപ തോന്നും എന്ന് പറഞ്ഞാൽ അർഹിക്കാത്ത സ്ഥാനത്താണെങ്കിലും എനിക്ക് വേണ്ടി കരുതും, എനിക്ക് വേണ്ടി കരുതും. എനിക്ക് അർഹതയില്ല, പക്ഷെ എനിക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. അതിനാ കൃപയുള്ള ദൈവം എന്ന് പറയുന്നത്. ആ കൃപയുള്ള ദൈവത്തിൻ്റെ സ്പർശനം ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ വിഷയങ്ങളിലേക്ക്, എൻ്റെ തലമുറകളിലേക്ക്, എൻ്റെ ബിസിനസ്സിലേക്ക്, എൻ്റെ ജോലിയിലേക്ക്, എവിടെയൊക്കെ പ്രൈസ് ഗോഡ് തകർന്ന് കിടക്കുന്നുവോ അവിടെയൊക്കെയും ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്താൽ ഇന്ന് രാത്രി ഉറക്കെ പറ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അങ്ങനെയുണ്ട്. ഈ വിശ്വാസമുള്ള എത്ര പേര് വന്നിട്ടുണ്ട്? ഞാൻ പറയട്ടെ, ഈ കൈവയ്ക്കുവനൊക്കെ ജീവിക്കും. തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞാലും ജീവിക്കും, ഇടിച്ച് നിരപ്പാക്കുമെന്ന് പറഞ്ഞാലും ജീവിക്കും, തകർക്കുമെന്ന് പറഞ്ഞാലും ജീവിക്കും, ഉയർത്തത്തില്ലെന്ന് പറഞ്ഞാലും ജീവിക്കും. ഇന്ന് രാത്രി സമൃദ്ധിയായി ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നതെന്ന് അരുളിച്ചത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം, യേശുവിന്റെ കരം ഇന്ന് നിന്നെ സ്പർശിക്കണം. Lord, you touch tonight in the name of Lord Jesus. Touch യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ I command in the name of Lord Jesus. ദൈവത്തിന്റെ സ്പർശനം, യേശുവിന്റെ സ്പർശനം, ആത്മാവിന്റെ സ്പർശനം, വചനത്തിന്റെ സ്പർശനം ജീവിതങ്ങളിൽ കടന്നു വരട്ടെ. Touch in the name of Lord Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിയട്ടെ. ഉടാവല ഹതുല ജബര. Touch Lord. You touch. അഴിമുറ അധികര ജലമ ശക്തിയുടെ ആരാധന. Yes, the name of Lord Jesus. അഴിയട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ ഇന്ന് രാത്രി. The name of Lord Jesus. I command in the name of Lord Jesus. ബന്ധനങ്ങൾ അഴിയട്ടെ. ഊടാ ബൗടാ രഗട ജലമ അത്തൽ ഖൗഡെ അദുരക ജനബല ഹസ്തന ജമന ബരൗടക ജലമ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി നമുക്ക് ആവശ്യമുള്ളത് യേശുവിന്റെ സ്പർശനം. ഓ റബഖന റബ. ആമേൻ. യേശുവിന്റെ സ്പർശനം, the touch of Jesus, എല്ലാ രോഗങ്ങളും മാറ്റുന്ന, എല്ലാ പ്രയാസങ്ങളും മാറ്റുന്ന, എല്ലാ പ്രതികൂലങ്ങളും മാറ്റുന്ന, എല്ലാ പ്രശ്നങ്ങളെയും മാറ്റുന്ന, ചെങ്കടലിനെ വിഭാഗിക്കുന്ന, കാദേശ് മരുവിനെ നടുക്കുന്ന, എരിഹോ കോട്ടയെ ഇടിക്കുന്ന, പ്രൈസ് ഗോഡ് ആമേൻ ഹല്ലേലൂയ, യോർദാനെ രണ്ടാക്കി പിരിക്കുന്ന യേശുവിന്റെ കൃപ. ഉദര ഹദുന ഹദല ഹസ്തൽ അംദൽ ഖൗഡെ അതബല ഹദുന ജമന ഇരകൽ ഖരകല ഖട്ടർ ഉറ്റ രബദ നഗല ഇന്ന് രാത്രി വ്യാപരിക്കണം. ആമേൻ. ഇന്ന് രാത്രി യേശുവിൻ്റെ വചനത്തിൻ്റെ ആ ശക്തി ഹല്ലേലൂയ പോരാ, അവൻ്റെ സ്പർശനത്തിൻ്റെ, അവൻ്റെ കരസ്പർശനത്തിൻ്റെ, the very power of the touch of Jesus Christ, the very power of the touch of Jesus Christ. ഇന്ന് രാത്രി അവൻ തൊടട്ടെ, ഇന്ന് രാത്രി അവൻ തൊടട്ടെ, നിന്നെ തൊടട്ടെ, നിന്റെ ജീവിതത്തെ തൊടട്ടെ, നിന്റെ കുടുംബത്തെ തൊടട്ടെ, തലമുറയെ തൊടട്ടെ, ആരോഗ്യത്തെ തൊടട്ടെ, എല്ലാ മണ്ഡലങ്ങളെയും, തകർന്നു കിടക്കുന്ന മണ്ഡലങ്ങളിലെ എല്ലാത്തെയും യേശു തൊടട്ടെ. ഓ റബ റബ ശംബര
ഉദാരബര ഹതുലബര ഹതുന അതുലേ ധവര ശൈഖര ഹർദൽ കൗഡേ സമദര അതുരബര ഹതുല ജനബ അന്താരഗതല ഹർതരബാര ഊജിമാനഗര ഹസുര ഹർദൽ കൗഡേ രഗദാജബലഗദേ അതിനെ ചബലഗദരബല ഹതുന അർമാരാദര ഹതുന ജലബല ഹതല. യേശുവിന്റെ നാമത്തിൽ ഈ ഹോളിൽ കടന്നു വന്നിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ അവകാശം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അന്ധകാര ശക്തികളുടെ മേൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുത്ത് ആരാധിക്കുകയാണ്. ആമേൻ. അപ്പം ഈ മനുഷ്യനെ സൃഷ്ടിച്ചപ്പം ഉണ്ടാകട്ടെ എന്നൊന്നും പറഞ്ഞില്ല. കൈ കൊണ്ട് മെനഞ്ഞതാണ് എന്നെ നിന്നെയും. അങ്ങനെ കൈ കൊണ്ട് സ്പർശനം കൊണ്ട് ഉളവാക്കിയ ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വചനം മാത്രമല്ല, ഉളവാകട്ടെ എന്ന വചനം മാത്രമല്ല, നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തില് മനുഷ്യനെ ഉണ്ടാക്കുക എന്ന വചനം പറഞ്ഞ് വെറുതെ ഇരുന്നില്ല. അവൻ്റെ കരം നീട്ടി അങ്ങോട്ട് തൊട്ടു. ഇന്ന് രാത്രി എത്ര പേര് യേശുവിൻ്റെ കരം എൻ്റെ നേരെ തൊടുവാനായി അടുത്ത് വരുന്നുണ്ടെന്ന വിശ്വാസം കണ്ടുകൊണ്ട് കാണുന്നു. ബൈ ഫെയ്ത്ത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഓ റബബ ശൈഖര ബറബല ഹതുര ഹതുല ജബന ദലബല ഹതര. ഈ ജീവിപ്പിക്കുന്ന വചനത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കണം. മനസ്സിലായോ? ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കണം. അത് പോരാ, അവൻ്റെ കരത്തിൻ്റെ സ്പർശനം ഇന്ന് അനുഭവിക്കാൻ ഇടയാകണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് വേണ്ടത് എ കോമ്പിനേഷൻ ഓഫ് ദ വേർഡ് ആൻഡ് ദ ടച്ച്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് രണ്ടും കൂടെ ചേർന്ന് ഒന്ന് ഇന്ന് രാത്രി നമുക്ക് ഉണ്ടാകണം. പ്രൈസ് ഗോഡ്. അതെങ്ങനെ സാധിക്കും? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്നിട്ട് 7 കാര്യങ്ങളാണ് ഇവിടെ പ്രാരംഭമായി പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്തൊക്കെയെന്നറിയാമോ? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുക. ഒന്നിടത്ത് വായിച്ചായിരുന്നിട്ട് അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഒന്ന് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ആ ധൈര്യം എന്നുള്ള കിങ് ജെയിംസ് എഴുതിയിരിക്കുന്നത് കോൺഫിഡൻസ്. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്നാണെന്നറിയാമോ? കോൺഫിഡൻസ് ഉണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ ഞാനൊരു ദൈവ പൈതലായതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞ അർത്ഥം എന്ന് അറിയാമോ? ആകാശം ഇടിഞ്ഞ് വീണാലും എനിക്ക് പേടിയില്ല. ഐ ഹാവ് കോൺഫിഡൻസ്. എനിക്ക് എന്ത് സംഭവിച്ചാലും, ചുറ്റും എന്ത് സംഭവിച്ചാലും, ആർക്കെന്ത് സംഭവിച്ചാലും, എൻ്റെ വിഷയങ്ങൾക്ക് എത്രമാത്രം എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും എനിക്ക് ഭയമില്ല, എനിക്ക് ഭാരമില്ല. ഐ ഹാവ് ഗോട്ട് കോൺഫിഡൻസ്. ഇന്ന് എത്ര പേർക്ക് കോൺഫിഡൻസ് ഉണ്ട്? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞത് അത് കണ്ടിട്ടാണ്. ഞാൻ വാഷിങ്ടണിൽ ഒരു ചർച്ചിൽ പോയിരുന്നു. അവിടെ ഒരു സഹോദരിയെ കണ്ടു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഞാൻ കോൺഫിഡൻസ് പറയാനാണ് പറയുന്നത് കേട്ടോ. കോൺഫിഡൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ക്രിസ്ത്യാനിയാണോ? യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ബൈബിൾ വിശ്വസിക്കുന്നുണ്ടോ? ചാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. നരകം വിശ്വസിക്കുന്നുണ്ടോ? സ്വർഗം വിശ്വസിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മ വിശ്വസിക്കുന്നുണ്ടോ? അന്യപാഠം വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ആ വിശ്വാസം മാത്രം പോരാ. വേദപുസ്തകം പഠിക്കുമ്പോൾ 3 ടൈപ്പ് ഫെയ്ത്ത് ഉണ്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഒന്ന് ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഒരു ഫെയ്ത്ത് ഡെത്ത്, the faith of death. Praise God. Hallelujah. 2 demonic faith. 3 ദൈവത്തിന്റെ സ്തോത്രം ഡൈനാമിക് ഫെയ്ത്ത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. 3 ടൈപ്പ് വിശ്വാസമുണ്ട്. അതിൽ മരണത്തിന് ഒത്ത വിശ്വാസമുണ്ട്, പിശാചിൻ്റെ വിശ്വാസമുണ്ട്, പ്രൈസ് ഗോഡ് ശക്തിയുള്ള വിശ്വാസമുണ്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ഡൈനാമിക് ഫെയ്ത്തിനെ കുറിച്ചുള്ള ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു സഹോദരി, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, പെട്ടെന്ന് ഒരു ദിവസം ശ്വാസം മുട്ടിനാൽ ബാധിതയായി ശരീരം മുഴുവൻ അങ്ങോട്ട് മരവിച്ച് ആകപ്പാടെ നിർജ്ജീവമാകുന്ന അനുഭവം വന്ന് ആശുപത്രി കൊണ്ടുവന്നു. ഹോസ്പിറ്റലുകാർ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, ഇത് വളരെ മാരകമായൊരു രോഗമാണ്, നിങ്ങളുടെ ലങ്സ് എത്രയും താമസിയാതെ കംപ്ലീറ്റ് അങ്ങ് ഇല്ലാണ്ടാവും. ലങ്സ് എന്ന് പറയുന്ന സാധനം പ്രയോജനമില്ലാത്ത വെറും ഒരു ഒരു ബലൂൺ, കാറ്റ് പോയൊരു ബലൂൺ പോലെ അകത്ത് വരുത്തേ ഉള്ളൂ. ഈ ലങ്സ് കൊണ്ട് നിങ്ങൾക്ക് ശ്വസിക്കാനും പറ്റത്തില്ല. നിങ്ങളുടെ ലങ്സ് ഇപ്പം തീരും. പ്രൈസ് ഗോഡ്.
എന്ത് രോഗമെന്ന് ഞാൻ മറന്നുപോയി. ഹല്ലേലൂയ. ലങ്സ് പോയി. എന്നിട്ടൊരു മെഷീൻ, നമ്മൾ ഈ മരുന്ന് അടിക്കുന്ന ആളുകളെ പുറത്ത് വെച്ച് കെട്ടി കൊണ്ടു നടക്കുന്ന മെഷീൻ, എന്ന പോലത്തെ ഒരു മെഷീൻ മുതുകത്ത് വെച്ച് കെട്ടി, എന്നിട്ട് അതിൻ്റെ ഒരു മാസ്ക് മൂക്കിലും വെച്ച് കെട്ടി. ഇപ്പം അവർ ശരിക്കും ഓക്സിജൻ കൊടുക്കുന്നത് ഇതിൽ കൂടെയാണ്. ഇത് ഉറങ്ങുമ്പോഴും വയ്ക്കണം, കുളിക്കുമ്പോഴും വയ്ക്കണം, കിടക്കുമ്പോഴും വിളയ്ക്കണം. ഇത് നിന്നാൽ ആൾ ചാവും, ഊരിയ ആൾ ചാവും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 0% ലങ്സ് വർക്ക് ചെയ്യുന്നത്, മെഷീനാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്ത് മുതുകത്ത് ഈ മെഷീനും കെട്ടി മുഖത്ത് മാസ്കും വെച്ച് ഈ സഹോദരി സ്വന്തം വീട്ടിലോട്ട് ചെന്നു. വീട്ടിലോട്ട് വന്നപ്പോൾ ഒരു കൊച്ചുണ്ട്. കൊച്ച് മമ്മീന്ന് വിളിച്ച് ഓടി ഇങ്ങോട്ട് വന്നു. ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ അമ്മയുടെ ചങ്ക് തകർന്നു പോയി. അതിനൊന്ന് എടുക്കാൻ സാധിക്കത്തില്ല, അതിനൊന്ന് ലാളിക്കാൻ സാധിക്കത്തില്ല, അതിനൊന്ന് ഓമനിക്കാൻ സാധിക്കത്തില്ല. അപ്പോഴെന്നല്ല, ശിഷ്ടായുസ് മുഴുവൻ. പ്രൈസ് ഗോഡ്. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇനി ഈ ആയുസ് ഇതൊന്നും സാധിക്കത്തില്ല. ആമേൻ. ആ സഹോദരി ഒരു കാര്യം പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ജീവനുള്ളൊരു ദൈവമുണ്ടെങ്കിൽ, ജീവിച്ചുള്ളൊരു ദൈവമുണ്ടെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ, എന്നെ ജീവിപ്പിക്കാൻ പോകുന്നത് ഈ മെഷീനല്ല, നിൻ്റെ കൃപയാണ്. പ്രൈസ് ഗോഡ്. അവിടെ വച്ച പുള്ളിക്കാരി എന്തെന്നറിയാമോ? ആ മാസ്ക് അങ്ങോട്ട് വലിച്ചു പറിച്ച് ദൂരെ കളഞ്ഞു, മെഷീൻ എടുത്ത് അങ്ങ് ദൂരെ കളഞ്ഞു. പ്രൈസ് ഗോഡ്. എന്നിട്ട് തൻ്റെ ഓമന കുഞ്ഞിനെ അങ്ങോട്ട് എടുത്തു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും പ്രതീക്ഷിച്ചു ഇപ്പോൾ ചത്തു വീഴും, ഇപ്പോൾ ചത്തു വീഴും, ഇപ്പോൾ ചത്തു വീഴും. ഞാൻ വിചാരിക്കുന്നു മനുഷ്യനേക്കാൾ ഉപരി പിശാച് പ്രതീക്ഷിച്ചു കാണും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചത്തു വീണില്ല, ഇപ്പോഴും ചത്തു വീണിട്ടില്ല, ഇപ്പോഴും ചത്തു വീണിട്ടില്ല. പൂർണ്ണ ആരോഗ്യമുള്ളവളായി ഇന്ന് ദൈവത്തെ ആരാധിച്ച് ഞങ്ങളോട് ആരാധിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ ദൈവത്തിലെ നിന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്, നിന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ പേര് ചൊല്ലി വിളിച്ചു വരുത്താൻ കഴിവുള്ള ശക്തനായ അതിശക്തനായ ദൈവമാണ് എന്റെ ദൈവം. നമ്മുടെ കണ്ണ് എന്തിനു കൊള്ളാന്നറിയാമോ? ഇല്ലായ്മ കാണാൻ കൊള്ളാം, വേറെ ഒന്നിനും നമ്മുടെ കണ്ണ് കൊള്ളുകയില്ല. ഹല്ലേലൂയ. ആ സഹോദരി പ്രൈസ് ഗോഡ് അധികം താമസിയാതെ മിക്കവാറും എറണാകുളത്ത് 2 ആഴ്ചക്കുള്ളിൽ വരാനൊരു സാധ്യത കേട്ടു. വരികയാണെങ്കിൽ ഇവിടെ OJ ഹോളുള്ള ദിവസമാണെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ പുള്ളിക്കാരി ഇവിടെ കൊണ്ടുവന്ന് സാക്ഷി പറയിപ്പിക്കണം എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇല്ലെങ്കിൽ ഫേസ് സിറ്റി ചർച്ചിൽ ആരാധനയ്ക്ക് ഒരു ഞായറാഴ്ച ഇവിടെയുള്ള ഞായറാഴ്ച ചൊവ്വാഴ്ച ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇന്ന് രാത്രി വിശ്വാസത്താൽ ജീവിക്കാൻ വന്നിരിക്കുന്ന എത്ര പേരുണ്ട്? മാമൻ ഹല്ലേലൂയ. മെഡിക്കൽ സയൻസ് പറയും തട്ടിപ്പോകും. അവൻ ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇനി നിനക്ക് ജീവിക്കാൻ അവകാശമില്ല എന്ന് മെഡിക്കൽ സയൻസ് പറയുമ്പോൾ നിന്റെ വിശ്വാസം എന്ത് പറയുന്നു? ഞാൻ ജീവിക്കും, ഞാൻ ജീവിക്കും, ഞാൻ ജീവിക്കും. വിശ്വാസം അവൻ ഹല്ലേലൂയ. അവൻ ബാങ്കിലെ കടഭാരങ്ങളും കണക്കുകളും പറയുന്നു നീ രക്ഷപ്പെടത്തില്ല, രക്ഷപ്പെടത്തില്ല. എന്നാൽ ഇന്ന് രാത്രി നിന്റെ വിശ്വാസം എന്ത് പറയുന്നു? ഞാൻ രക്ഷപ്പെടും, എൻ്റെ കടങ്ങൾ വീടും. ഉടബല ഹത്തുല ജബന ദലബ രകടകർഷ്യ. തലമുറയുടെ വിഷയങ്ങൾ പറയുന്നു നീ രക്ഷപ്പെടത്തില്ല. എന്നാൽ വിശ്വാസം എന്ത് പറയുന്നു? എന്റെ തലമുറ രക്ഷപ്പെടും. ഉദല ഹതല ജബന ദലവല ഹസ്തുൽ ഖൗറ. നിന്റെ ബുദ്ധി നിന്നോട് പറയുന്നു ചില കാര്യങ്ങൾ ശരിയാകത്തില്ല, ചില കാര്യങ്ങൾ ഒരിക്കലും ശരിയാകത്തില്ല, ഇത് ഇങ്ങനെ പോകത്തേ ഉള്ളൂ, ഇത് ഇങ്ങനെ അങ്ങ് തീരത്തേ ഉള്ളൂ. എന്നാൽ ഇന്ന് രാത്രി വിശ്വാസം പറയുന്നു, വിശ്വാസം പറയുന്നു this will become all right, this will be all right, this will be all right. ഇത് ശരിയാകും. അമരഖതലറബ. believe, 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 believe. വിശ്വസിച്ചാട്ടെ. വിശ്വാസം വ്യാപരിക്കട്ടെ, നിന്നെ വിശ്വാസം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ.
എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. നമ്മുടെ കണ്ണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇല്ലാത്തത് കാണാനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പേടിക്കണ്ട. നമ്മുടെ കണ്ണിൻ്റെ പ്രത്യേകതയാണ് ഇല്ലായ്മയെ കാണത്തുള്ളൂ, ഉള്ളത് കാണുകയില്ല. അതുകൊണ്ടാണ് പലരും ഇല്ലായ്മ വരുമ്പോൾ എന്തു ചെയ്യും? ഉപവസിക്കും. ഇല്ലായ്മ വരുമ്പോൾ സ്തുതിക്കും. ഇല്ലായ്മ വരുമ്പോൾ പ്രാർത്ഥിക്കും. ഇല്ലായ്മ വരുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കും. എന്നാൽ സമൃദ്ധി വന്നാൽ എന്തു ചെയ്യും? പ്രൈസ് ഗോഡ്. നമ്മളത് കാണുകയില്ല, നമുക്കൊരു കുഴപ്പവും കാണുകയില്ല. എന്നാൽ ഇല്ലായ്മ വരുമ്പോൾ കുഴപ്പം കാണാൻ തുടങ്ങും. ഇന്ന് രാത്രി ചില കുഴപ്പം കണ്ടുകൊണ്ടായിരിക്കുന്നെങ്കിൽ മനസ്സിലാക്കണം, ആമേൻ, ഈ കുഴപ്പം മാറ്റാൻ ഒരുവനുണ്ട്. നിൻ്റെ ഇല്ലായ്മ കാണല്ലേ, ഇല്ലായ്മ നോക്കല്ലേ. എം ടി ആയി കിടക്കുന്ന പേഴ്സ് നോക്കല്ലേ, എം ടി ആയി കിടക്കുന്ന ബാങ്കിൻ്റെ പാസ്ബുക്ക് നോക്കല്ലേ, ഒഴിഞ്ഞു കിടക്കുന്ന നിൻ്റെ അരിപ്പാത്രം നോക്കല്ലേ, ഒഴിഞ്ഞു കിടക്കുന്ന മാവിൻ്റെ കലം നോക്കല്ലേ, ഒഴിഞ്ഞു കിടക്കുന്ന എണ്ണയുടെ അടിഭാഗത്തേക്ക് നോക്കല്ലേ. ഇന്ന് രാത്രി എണ്ണഭരണിയുടെ മൂട്ടിലേക്ക് നോക്കുന്നതിന് പകരം, കലത്തിൻ്റെ മൂട്ടിലേക്ക് നോക്കുന്നതിന് പകരം നിനക്ക് നോക്കാൻ ഒരു ഇടമുണ്ടെങ്കിൽ മേളിലോട്ട് നോക്ക്. നിന്റെ കലം നിറയാൻ പോകുകയാണ്, നിന്റെ കലം നിറയാൻ പോകുകയാണ്, നിന്റെ ഭരണി നിറഞ്ഞ് കവിയാൻ പോകുകയാണ്. ദൈവകൃപ വ്യാപരിക്കുമ്പോൾ, ആമേൻ. ക്ഷാമം പറയുന്നു നീ മരിക്കും. ഹല്ലേലൂയ. ചുറ്റുപാടും ചത്തുവീഴുന്ന ജീവിതങ്ങൾ പറയുന്നു നീ മരിക്കും. പ്രൈസ് ഗോഡ്. നീ മാത്രമല്ല, നിന്റെ മകനും മരിക്കും. പ്രൈസ് ഗോഡ്. കലത്തിൽ ഒരുപിടി മാവുള്ളത് പറയുന്നു ഇത് ലാസ്റ്റ് തീറ്റയാ, ഇനി നീ തിന്നത്തില്ല. പ്രൈസ് ഗോഡ്. അല്പം എണ്ണയുള്ളത് പറയുന്നു ഇത് ലാസ്റ്റാ, ഇതും കൂടെ തൂത്ത് തുടച്ച് ഒരടയുണ്ടാക്കി തിന്നിട്ടങ്ങ് ചത്തോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ സാഹചര്യം പറയുന്നു, ഇതൊക്കെ നിന്റെ കലത്തിൽ പറയുന്നു, ഇതൊക്കെ നിന്റെ അടുക്കളയിൽ പറയുന്നു, ഇതൊക്കെ നിന്റെ ബെഡ്റൂമിൽ പറയുന്നു, ഇതൊക്കെ നിന്റെ ഡ്രോയിങ് റൂമിൽ പറയുന്നു, ഇതൊക്കെ നിന്റെ ജോലി സ്ഥലത്ത് പറയുന്നു. നീ ഇതങ്ങ് അവസാനിക്കാൻ പോകുകയാണ്, നീ ഇവിടെ അവസാനിക്കാൻ പോകുകയാണ്, ഇതിൽ അവസാനിക്കാൻ പോകുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഹല്ലേലൂയ വചനം പറയുന്നു എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 വർഷവും 6 മാസവും നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറകളെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ ബന്ധുക്കളെയും സമൃദ്ധിയോടെ ജീവിപ്പിക്കാൻ കഴിവുള്ള ശക്തനായ യേശുവിന്റെ വചനം ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ, തലമുറയിൽ വ്യാപരിക്കട്ടെ, നിന്റെ വിഷയത്തിൽ വ്യാപരിക്കട്ടെ. സ്തംഭിപ്പിച്ചിട്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി മാറ്റം വരട്ടെ. സ്തംഭിപ്പിച്ചിട്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക്, സ്റ്റേ ചെയ്തിട്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക്, മുന്നോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി മാറ്റം വരട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ശത്രു ചില വിഷയങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടെന്ന് നിനക്ക് തോന്നുകയാണ്. എന്നാൽ എനിക്ക് ഒരു കാര്യം അറിയാം, ഇതാ മാറ്റം കൽപ്പിക്കുന്ന ദൈവം ജീവിക്കുന്നു, നിന്റെ യേശു ജീവിക്കുന്നു, നിന്റെ കർത്താവ് ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനായി ഉയർത്തെഴുന്നേറ്റവനായ യേശു ജീവിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മൾ പറയണം, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എന്നാന്നറിയാമോ? ഞാൻ നശിക്കത്തില്ല, ഞാൻ തകരത്തില്ല, ഞാൻ നിലനിൽക്കും. ഹല്ലേലൂയ. 39 വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. 39. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. നാമോ ഏത് കൂട്ടത്തിലല്ല? നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ. ഹല്ലേലൂയ. നീ അനുഗ്രഹം മേടിക്കാനായിട്ട് അങ്ങോട്ട് മുമ്പോട്ട് ചെല്ലുമ്പോൾ പോടാന്ന് പറഞ്ഞു ആരെങ്കിലും ഓടിച്ചാൽ ഓടല്ലേ, പിന്മാറല്ലേ, 2 സ്റ്റെപ്പ് കൂടുതൽ അങ്ങോട്ട് വെച്ചോ. ഇന്ന് രാത്രി കുറച്ചുകൂടെ സ്പീഡിൽ അങ്ങോട്ട് മുമ്പോട്ട് ഇറങ്ങുക. ഇന്ന് രാത്രി കുറച്ചുകൂടെ വേഗത്തിൽ അങ്ങ് മുന്നോട്ട് കാലെടുത്ത് വയ്ക്കുക. ഇന്ന് രാത്രി എൻ്റെ ദൈവം മതിയായവനാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിരാശപ്പെടുത്തുന്ന ഹല്ലേലൂയ അനുഭവങ്ങൾ എത്ര ഉണ്ടെങ്കിലും അതിനപ്പുറത്ത് ഒരു കാര്യമുണ്ടെങ്കിൽ നിനക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തുണ്ടെങ്കിൽ? വിശ്വാസമുണ്ടെങ്കിൽ. എൻ്റെ നീതിമാൻ, അതൊന്ന് പറഞ്ഞാട്ടെ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എടാ, ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ ജീവനില്ലാതെ പറഞ്ഞാൽ മതിയോ? ജീവിക്കുന്ന കാര്യം പറയണേ ജീവനോടെ പറയണ്ടേ?
അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞ്, ജീവനോടെ പറഞ്ഞു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ശരിയോടെ ഉറക്കെ പറഞ്ഞു നോക്കിയേ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഒരു പ്രാവശ്യം കൂടെ വിശ്വാസത്തോടെ പറഞ്ഞ്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ വിശ്വാസത്തിന്റെ ശക്തി ഇന്ന് രാത്രി ദർശനങ്ങളിൽ വെളിപ്പെടട്ടെ, ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ, പ്രതികൂലങ്ങളിൽ വെളിപ്പെടട്ടെ, അന്തരംഗത്തിൽ വെളിപ്പെടട്ടെ, തലമുറകളിൽ വെളിപ്പെടട്ടെ, വിഷയങ്ങളിൽ വെളിപ്പെടട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഈ വിശ്വാസം അങ്ങ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഇല്ലായ്മ ഉണ്ടെങ്കിലും ഇല്ലായ്മ അറിയാമെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാമോ? അത് കണ്ട് പിന്മാറ്റത്തിലേക്ക് പോകരുത്. പ്രൈസ് ഗോഡ്. ദൈവം എന്ത് പറയുന്നറിയാമോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. അന്ന് മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ ദൈവത്തിന് സ്തോത്രം ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ലൂക്കോസ് 9-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. പകൽ കഴിവാറായപ്പോൾ പന്തിരുവർ അടുക്ക വന്ന് അവനോട്, ഇവിടെ നാം മരുഭൂമിയിലായിരിക്കെ കൊണ്ട് പുരുഷാരം ചുറ്റുമുള്ള ഊരുകളിലും കുടികളിലും പോയി രാത്രി പാർപ്പാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. വാക്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇവര് എന്നെ പറഞ്ഞോട് വായിച്ച് നാം പകൽ കഴിവാറായപ്പോൾ വായിക്കും. പകൽ കഴിവാറായപ്പോൾ പന്തിരുവർ അടുക്ക വന്ന് അവനോട്, ഇവിടെ നാം മരുഭൂമിയിലായിരിക്കെ കൊണ്ട്. ഇവിടെ നാം എവിടെയായിരിക്കുന്നു? അപ്പൊ ഇവന്മാരെന്തോ കണ്ടത്? മരുഭൂമി. ഇത് നമ്മുടെ സ്വഭാവം. പ്രൈസ് ഗോഡ്. യേശു കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും വേണ്ടുകയില്ല, എന്തൊക്കെ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞാലും വേണ്ടുകയില്ല, എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടെന്നും വേണ്ടുകയില്ല, അകത്തൊരിച്ചിരി മരുഭൂമി ഉണ്ടെങ്കിൽ അത് നമ്മൾ കാണും. അടുത്തത്, പുരുഷാരം ചുറ്റുമുള്ള ഊരുകളിലും കുടികളിലും പോയി രാത്രി പാർപ്പാനും. അപ്പൊ രണ്ടാമത് എന്നാ കണ്ടത്? ഇവിടെ പാർക്കാൻ ഇടം ഇല്ല. കണ്ടോ? അടുത്തെന്താ വായിച്ച്? ആഹാരം വാങ്ങുവാനും വേണ്ടി. ആഹാരം വാങ്ങുവാനും വേണ്ടി. അപ്പോൾ ഇവിടെ കഴിക്കാൻ ആഹാരം ഇല്ല. ഞാൻ പണ്ടൊരിക്കലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ മുട്ടം വഴക്കെന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് വരാൻ കാത്തിരിക്കുക. അരിയില്ല, പഞ്ചസാരയില്ല, ചായപ്പൊടിയില്ല, മുളകില്ല, ഉപ്പില്ല, മല്ലിയില്ല, ഇവിടെ കറി വയ്ക്കാനൊന്നുമില്ല, വിറകില്ല, ഗ്യാസില്ല. ഇങ്ങനെ പറയുന്ന കേട്ട് കർത്താവ് പറഞ്ഞു, എടി നിൻ്റെ ഇല്ലാപറച്ചിൽ നിന്നാലേ നമ്മൾ നന്നാവും. ഭാര്യ എന്നാ പറഞ്ഞു? ഇതേ പ്രശ്നമുള്ളൂ, ഞാൻ നാളെ തൊട്ട് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, ഇവിടെ അരിയില്ലായ്മ ഉണ്ട്. ഇല്ലയെന്ന് പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഗ്യാസ് ഇല്ലായ്മ ഉണ്ട്, വെളിച്ചെണ്ണ ഇല്ലായ്മ ഉണ്ട്. ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളെ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് പ്രശ്നം തീരത്തില്ല. നിന്റെ കലത്തിലെ മാവ് വർദ്ധിക്കണം, നിന്റെ ഭരണിയിലെ എണ്ണ വർദ്ധിക്കണം. അത് വർദ്ധിപ്പിക്കാൻ കഴിവുള്ളവൻ അരികിലുണ്ടെങ്കിൽ മരുഭൂമി വിഷയമല്ല. ഇന്ന് രാത്രി നീ ഒരു മരുഭൂമിയുടെ അനുഭവം കണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ മരുഭൂമിയിൽ മേശയൊരുക്കാൻ കഴിവുള്ള ഒരുവനാണ് ഇന്ന് രാത്രി ഇവിടെ പ്രസ്താവിക്കപ്പെടുന്ന യേശു. ഇവിടെ പ്രസംഗിക്കുന്ന യേശു ആരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മരുഭൂമിയിൽ എനിക്ക് മേശ ഒരുക്കുവാൻ കഴിവുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു വഴിയും കാണാതെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വഴികൾ തുറക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ യേശു ഇന്ന് രാത്രി. അതുകൊണ്ട് വിശ്വാസത്തോടെ ആരാധിക്കുക. ഇതാ വഴികൾ എനിക്ക് വേണ്ടി തുറക്കുന്നത്. വഴികൾ തുറക്കുന്നത് വിശ്വാസ കണ്ണുകൊണ്ട് കണ്ട് ആരാധിച്ച് ദൈവത്തെ സ്തുതിക്ക്. ചെങ്കടൽ വിഭാഗിക്കപ്പെടുന്നത് നിന്റെ മുമ്പിൽ രണ്ടായി പിരിയുന്നത്, യോർദാൻ രണ്ടായി പിരിയുന്നത് വിശ്വാസ കണ്ണുകൊണ്ട് കണ്ടിട്ട് നീ മുന്നോട്ട് പോകുമെന്ന് വിശ്വാസ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കാമോ? വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേ
യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ. നിനക്ക് വഴിയൊരുങ്ങുന്ന ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കട്ടെ. വിശ്വാസത്തോടെ ആരാധിക്ക. ഇതാ ചില വഴികൾ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തുറക്കട്ടെ. വാതിലുകൾ പലതും അടഞ്ഞിടും, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടും, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഭാരങ്ങളാൽ നീ തളരുകയോ, രോഗങ്ങളാൽ നീ വലയുകയോ. ഓ ഭാരങ്ങളാൽ നീ തളരുകയോ, രോഗങ്ങളാൽ നീ വലയുകയോ. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. ഓ ഭാരങ്ങളാൽ നീ തളരുകയോ, ഭാരങ്ങളാൽ നീ വലയുകയോ. ഭാരങ്ങളാൽ നീ തളരുകയോ, രോഗങ്ങളാൽ നീ വലയുകയോ. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? എനിക്ക് വേണ്ടി കരുതുമെന്ന്, എനിക്ക് വേണ്ടി കരുതുമെന്ന്. എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവർക്കല്ല, നിനക്ക് വേണ്ടി കരുതുമെന്ന്. നിന്റെ മുമ്പിലും പുറകിലും ഇരിക്കുന്നവർക്കല്ല, നിനക്ക് വേണ്ടി കരുതുമെന്ന്. Tonight, ഇന്ന് രാത്രി എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. For me. ദൈവമക്കളെ, ഒരൊറ്റ വിശ്വാസിക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമം ദൈവം മാറ്റി എഴുതി വേണമെങ്കിൽ. ഒറ്റ വിശ്വാസിക്ക് വേണ്ടി പ്രൈസ് ഗോഡ് നീ പോകുന്ന ബാങ്കിലെ നിയമം ചിലപ്പോൾ മാറും. ഒറ്റ വിശ്വാസിക്ക് വേണ്ടി നീ ജോലി ചെയ്യുന്ന സ്ഥലത്തെ നിയമം അങ്ങ് മാറും. ഇന്ന് രാത്രി ചില നിയമങ്ങളെ മാറ്റുന്ന ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ചില നിയമങ്ങൾ ഇന്ന് രാത്രി മാറട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. വിശ്വാസമുണ്ടോ? കോൺഫിഡൻസ് ഉണ്ടോ? എനിക്ക് വേണ്ടി, എൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. ഒരപ്പൻ്റെ ഏറ്റവും വലിയ സന്തോഷം മക്കളുടെ സന്തോഷമാണ്. ഒരമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം മക്കളുടെ സന്തോഷമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക, എൻ്റെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ അപ്പച്ചൻ ഇന്ന് രാത്രി ചിലത് കൊണ്ടുവന്ന് തരും, ചിലത് തരും. ഹല്ലേലൂയ. വെറും കൈയോടെ എന്നെ അയക്കത്തില്ല, വെറും കൈയോടെ എന്നെ മടക്കി വിടത്തില്ല. ഇന്ന് രാത്രി എന്തെങ്കിലും ഒന്ന് എന്നെ സന്തോഷിപ്പിക്കത്തക്കവണ്ണം തന്നേ വിടത്തുള്ളൂ.
Urabala rada rauda ragada dalaba dagalaga dagala dalabala handala baudaga ragadaga dalabala hattala amdara baudaga ragadaga dagada dhilaba raudaga jaraga ragada dalaba ragada raudaga radala dalabala dala baudaga dagalaga dalabala harada andala baudaga jaraga dal harada rauda sadara jala harada baudaga jalaga bau harmala barabala durabala harabala darabala harabala harabala o samdara baudaga radala aralta ഇന്ന് രാത്രി കെട്ടുകൾ പൊട്ടണം എല്ലാവരും ശക്തിയോടെ ഓ ശബ്ദ ഓ ശൈല ഭാരത ഓ ശബ്ദ ഓ ഹല്ലേലൂയ 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 ഓ ശൗഡക ജാലക ഓ ശബ്ദര ഭൗഡക ഓ ശബര ബജരബര ഓ ശങ്കര ജാലക ഓ ശബ്ദര ഭൗഡക ഓ ശാദര ജാലക ഓ ശബര ബലാദ ഓ ശന്ദരാദര ഓ ശങ്കര ഭൗഡക ഓ ശബര ബലബലവ ഓ ശാദര ജാലക ഓ ശൈല ഭാര ഓ ശബ്ദ ലൗഡേ ഓ ശൈല ഭാരക ഓ ശബര ബജരബര ആരാധനയിൽ കെട്ടുകൾ പൊട്ടുമ്പോൾ നമ്മൾ പാടി ഇതാ ജനങ്ങൾ കെട്ടുകൾ പൊട്ടണം. ആരാധനയിൽ രോഗങ്ങൾ സൗഖ്യമാകും പാടി സൗഖ്യമാകണം. നിന്റെ ആരാധന വെളിപ്പെടട്ടെ, നിന്റെ ആരാധന വെളിപ്പെടട്ടെ, ശക്തിയോടെ വെളിപ്പെടട്ടെ, വ്യക്തിപരമായ ആരാധന വെളിപ്പെടട്ടെ, സഭയായ ആരാധന വെളിപ്പെടട്ടെ, ഇക്കാലത്തെ ബന്ധങ്ങൾ അടിത്ത ആരാധന വെളിപ്പെടട്ടെ. വെറുതെ ഇരിക്കല്ലേ. ഇന്ന് രാത്രി നിനക്കൊരു വിടുതലുണ്ട്, നിന്റെ പ്രശസ്തന് വിടുതലുണ്ട്.
അഴിയട്ടെ അഴിയട്ടെ. ഇന്ന് രാത്രി നിന്റെ ജനത്തിന്റെ നന്മകളെ തടുത്തിരിക്കുന്ന, അനുഗ്രഹത്തെ തടുത്തിരിക്കുന്ന, അവൻ സന്തോഷത്തെ തടുത്തിരിക്കുന്ന, സമാധാനത്തെ കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയട്ടെ. കുടുംബങ്ങളിൽ അഴിയട്ടെ, ബിസിനസ് അഴിയട്ടെ, തലമുറകളിൽ നിന്ന് അഴിയട്ടെ, അവൻ വിഷയങ്ങളിൽ നിന്ന് അഴിയട്ടെ. ഇന്ന് രാത്രി പിശാചേ, നിനക്ക് അവകാശമില്ല, നിനക്ക് അവകാശമില്ല. ആരാധിക്കുന്ന ജനത്തിന്റെ മധ്യേ നിനക്ക് നിലനിൽപ്പില്ല, നിനക്ക് നിലനിൽപ്പില്ല. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുക്കിക്കൊണ്ട്, ചക്രങ്ങളെ പൊട്ടിച്ചുകൊണ്ട് ശക്തിയോടെ ആരാധിക്കാം. ഇന്ന് രാത്രി ഒരു വിടുതലിന്റെ ആരാധനയാകണം. എല്ലാവരും എഴുന്നേറ്റ് ആരാധിച്ചാൽ എഴുന്നേറ്റ് ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി സത്യ ആരാധനയുടെ മധ്യത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിനെ ആരാധിക്കുന്ന ആരാധനയുടെ മധ്യത്തിൽ, ആത്മാവിന്റെ ആരാധനയുടെ മധ്യത്തിൽ, സത്യത്തിലുള്ള ആത്മാരുടെ മധ്യത്തിൽ, ആത്മാവിലുള്ള ആരാധനയുടെ മധ്യത്തിൽ കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ഇരുന്നാട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്? എത്ര പേർക്ക് കോൺഫിഡൻസ് ഉണ്ട്? എങ്ങാണ്ടൊക്കെ ചിലത് പൊട്ടിയെന്ന് തോന്നുന്നുണ്ടോ? ചിലത് കുലുങ്ങിന്ന് തോന്നുന്നുണ്ടോ? ചിലത് അനങ്ങിന്ന് തോന്നുന്നുണ്ടോ? അടിസ്ഥാനം ഇളകിന്ന് തോന്നുന്നുണ്ടോ? ഇൻ ദ നെയിം ഓഫ് ലോർഡ് ജീസസ് ഓഫ് കമാൻഡ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇളക്കി പറിച്ച് ദൂരെ ഇട്ടുകൊണ്ട് ദൈവശക്തിയിലെ മാർമ്മ വ്യാപരിക്കട്ടെ. ആമേൻ. അപ്പോൾ ഇവർ കണ്ടത് മരുഭൂമി, ഇല്ലായ്മ, ഇതൊക്കെ കണ്ടു. അടുത്ത വാക്യം ലൂക്കോസ് 9:9. അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. അവരെ പറഞ്ഞയക്കണം. എന്തൊരു ധൃതിയവന്മാർക്ക് നോക്കി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വാസമുണ്ട് അങ്ങനെ അങ്ങ് അയക്കുന്നവരല്ല യേശു എന്ന്. അതിനേക്കാൾ നമ്മൾ വായിച്ച് കേട്ട തന്നെ എബ്രായർ 10:39 കേട്ടതൊന്ന് ശ്രദ്ധിച്ചു നോക്കി. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. പറഞ്ഞ അയച്ചാൽ പോകാൻ വന്നതല്ലെന്ന്, അയച്ചാൽ പോകാൻ വന്നതല്ലെന്ന്. ഇന്ന് ശത്രു നിന്നെ വെറും കൈയോട് അയക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഇല്ലായ്മ ചൂണ്ടിക്കാണിച്ച് അയക്കാൻ ആഗ്രഹിക്കുമ്പോൾ, മരുഭൂമി ചൂണ്ടിക്കാണിച്ച് അയക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഇരുട്ട് വരുന്നത് ചൂണ്ടിക്കാണിച്ച് അയക്കാൻ ആഗ്രഹിക്കുമ്പോൾ, അവൻ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് നോക്കല്ലേ, യേശുവിലേക്ക് നോക്കുവാൻ ഇന്ന് രാത്രി സാധിക്കുന്നെങ്കിൽ നീ മടങ്ങി പോകുന്നത് ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ മടങ്ങി പോകുമെന്ന് അറിയാമോ? താഴോട്ട് വായിച്ചേ, ലൂക്കോസ് സുവിശേഷം തന്നെ വായിച്ചേ. അവൻ അവരോട് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞതിന്, ഇത് ഇവന്മാരോട് ഒരു ഇവന്മാര് അയക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഭക്ഷിക്കാൻ കൊടുക്കണം. 5 അപ്പവും 2 മീനും അല്ലാതെ അധികം ഞങ്ങളുടെ പക്കലില്ല. അധികം ഞങ്ങളുടെ പക്കലില്ലെന്ന്. അധികം ഉണ്ടെങ്കിൽ കുറെ കൊടുക്കുന്നോണ്ട. ഹല്ലേലൂയ. എടാ ഇവന്മാരുടെ കിടക അധികം ഉണ്ടായാലും കൊടുക്കത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര എണ്ണത്തിനടുത്ത ഉദ്വരം ഇരിക്കുന്നത് വല്ലതും നമുക്ക് കിട്ടത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിന്നെ തൃപ്തരാക്കി അയക്കുന്ന ഒരുവനുണ്ട്. അവൻ്റെ മധ്യത്തിൽ ഇന്ന് രാത്രി, അവൻ്റെ മുമ്പിൽ ഇന്ന് രാത്രി നിൽക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആരൊക്കെ പുറകോട്ട് ഓടിച്ചാലും, ആരൊക്കെ മടക്കി അയച്ചാലും മടങ്ങി പോകല്ലേ. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. അല്ലേ?
നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ പിന്നെ എന്തുവാ? വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. മരുഭൂമിയാണെന്ന് പറയുമ്പോൾ അല്ലട അത് മലർവാടിയാണെന്ന് പറഞ്ഞാൽ, കാരണം വചനമുണ്ട്, മരുഭൂമിയെ അവൻ മലർവാടിയാക്കി മാറ്റും. ആമേൻ. കാണുന്നതല്ല വിശ്വസിക്കുന്നത്, പറഞ്ഞേക്കുന്നതാ വിശ്വസിക്കുന്നത്. കാണുന്നതല്ല വിശ്വസിക്കുന്നത്, കേട്ടതാണ് വിശ്വസിക്കുന്നത്. മരുഭൂമി കണ്ണുകൊണ്ട് കാണുന്നെങ്കിലും അതിനപ്പുറത്ത് ഇതിനെ മലർവാടിയാക്കി മാറ്റുന്ന ദൈവശക്തി ഉണ്ടെന്ന് വിശ്വാസം കണ്ടുകൊണ്ട് കേട്ടവർക്ക് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുക. ആമേൻ. അപ്പം മരുഭൂമി വിഷയമല്ല. ഹല്ലേലൂയ. എല്ലാം പിശാച് നിന്നോട് പിശാചിന് പറയാനുള്ളത് ഇല്ല ഇല്ല ഇല്ല. അപ്പം എൻ്റെ പെണ്ണുമ്പിളുടെ ടൈപ്പാണ്. പക്ഷെ നീ അധികം വാശി പിടിച്ചാൽ ഉണ്ടെന്ന് പറയും. എന്തോ ഇല്ലായ്മ ഉണ്ടെന്ന് പറയും. അപ്പോഴും പെണ്ണുമ്പിളുടെ സ്വഭാവം മാറിയിട്ടില്ല. ഇന്ന് രാത്രി പെണ്ണുമ്പിളുടെ സ്വഭാവമല്ല മാറേണ്ടത്, നിൻ്റെ സ്വഭാവം മാറണം. എത്ര പേരുടെ സ്വഭാവം ഇന്ന് രാത്രി മാറാൻ താല്പര്യമുണ്ട്? എത്ര പേര് തരാൻ താല്പര്യമുണ്ട്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെയുണ്ടെങ്കിൽ ഇല്ലായ്മയിലേക്ക് നോക്കല്ലേ, വല്ലായ്മയിലേക്ക് നോക്കല്ലേ. ഇല്ലായ്മയും വല്ലായ്മയും ഒന്നിച്ച് മാറ്റാൻ കഴിവുള്ള നസ്രയനായ അത്ഭുത മന്ത്രിയായ വീരനാം ദൈവമായ നിത്യപിതാവായിരിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ദൈവത്തിലേക്ക്, യേശുവിലേക്ക് ഇന്ന് രാത്രി നോക്കാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പിശാച് നിന്നോട് പറയും, നിൻ്റെ പോക്കറ്റിൽ കാശില്ല. വേറെ ഒരു കാര്യം പറയും, നിൻ്റെ വീട്ടിൽ അരിയില്ല. പിശാച് നിന്നോട് പറയും, പ്രൈസ് ഗോഡ്, നിനക്ക് ജോലി കിട്ടത്തക്കൊണ്ട് മാർക്കില്ല. പിശാച് വേറൊരിടത്ത് പറയും, നിനക്ക് തരാൻ ഇവിടെ ജോലി ഇല്ല. പിശാച് വേറൊരിടത്ത് പറയും, നിനക്ക് സൗഖ്യമില്ല. പിശാച് വേറൊരിടത്ത് പറയും, നിനക്ക് താമസിക്കാനൊരു വീടില്ല. ഓരോന്നും ഇല്ല 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 എന്ന് പറയുമ്പോൾ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഉറക്ക പിശാചിനോട് പറ, നീ ഇല്ലെന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഉണ്ട്. ഇന്ന് രാത്രി വിശ്വാസം കണ്ടുകൊണ്ട് പറ, നീ ഇല്ലെന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഉണ്ട്. ഇന്ന് ഇല്ലെന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഉണ്ട്. എനിക്ക് ആരോഗ്യമില്ലെന്ന് നീ പറഞ്ഞാൽ എനിക്ക് ആരോഗ്യമുണ്ട്. എനിക്ക് സൗഖ്യമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സൗഖ്യമുണ്ട്. എനിക്ക് ജോലിയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ജോലിയുണ്ട്. എനിക്ക് കാശില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കാശുണ്ട്. ഇന്ന് രാത്രി നീ ഇല്ല 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 എന്ന് പറ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി, ഓ ജീസസ്, എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടെന്ന് പറയാൻ എത്ര പേരുണ്ട്? പിശാച് ഇല്ലെന്ന് പറഞ്ഞത് മുഴുവനും ഉണ്ടെന്ന് പറയാൻ വിശ്വസിച്ച് എത്ര പേരുടെ വന്നിട്ടുണ്ട്? നമ്മൾ സാധാരണ പുള്ളികളല്ല, നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ ഓർഡിനറി പീപ്പിളല്ല, നമ്മൾ ദൈവ മക്കളാണ്. നമ്മൾ ദൈവ മക്കളാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിനുള്ളതൊക്കെ എനിക്കുണ്ട്. അവൻ ദൈവമക്കളാകുവാൻ ഞാൻ അവകാശം പ്രാപിച്ചവനാണെങ്കിൽ ദൈവത്തിനുള്ളതിൻ്റെ അവകാശം എനിക്കുണ്ട്. പിശാചേ നീ ഇല്ല 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 എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ അത്ര മണ്ടനല്ല. മനസ്സിലായോ? I'm not a fool to believe what you say. Oh devil, I'm not a fool to believe what you say. Praise God. അവിടെ കൊണ്ട് നിർത്തരുത്. അതിനോട് ചേർന്ന് ഒരു കാര്യം കൂടെ പറയണം. But I believe in Jesus. Hallelujah. ഒരു പാട്ടുകാരൻ ഇപ്രകാരം പാടി, നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നാളെക്കുറിച്ച് അറിവുള്ള ഒരുവൻ എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എൻ്റെ യേശു എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. ഓ യേശുവിൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസത്തോടെ പാട്. Many things about tomorrow I don't see to understand, but I know who knows tomorrow, but I know who holds my hand. Many things about tomorrow I don't see to understand, but I know who holds tomorrow, but I know who holds my hand. ഇന്ന് രാത്രി എൻ്റെ കരം പിടിച്ചിരിക്കുന്നത് യേശുവാണെന്ന്, എൻ്റെ കരം പിടിച്ചിരിക്കുന്നത് യേശുവാണെന്ന്, എൻ്റെ കരം പിടിച്ചിരിക്കുന്നത് യേശുവാണെന്ന് വിശ്വാസം വ്യാപരിക്കട്ടെ, വിശ്വാസം വ്യാപരിക്കട്ടെ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വായിച്ചാട്ടെ. 5 അപ്പവും 2 മീനുമല്ലാതെ 5 അപ്പവും 2 മീനുമല്ലാതെ അധികം ഞങ്ങളുടെ പക്കലില്ല. ഞങ്ങൾ പോയി ഈ സകല ജനത്തിനും വേണ്ടി ഭോജ്യങ്ങൾ കൊള്ളണമോ എന്നവർ പറഞ്ഞു. ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് അവരെ 50 വീതം പന്തി പന്തിയായി ഇരുത്തുവിൻ എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്ത് എല്ലാവരെയും ഇരുത്തി. 50 വീതം പന്തിയായിട്ട് ഇരുത്താൻ പറഞ്ഞു. എനിക്ക് സന്തോഷം തന്നറിയാമോ?
ഈ ഓടിച്ചു വിടാൻ പോയ പാർട്ടിയൊക്കെ ഇപ്പോൾ ആളുകളെ പിടിച്ചിരുത്തുക എന്ന് ആലോചിച്ച് നോക്കി. ഇതാ ദൈവത്തിൻ്റെ പരിപാടി. നിന്നെ പൊക്കോടാ, വീട്ടിൽ പോടാ, നാട്ടിൽ പോടാ, പൊലം വീട്ടിൽ കഴിച്ച് കിടന്നുറങ്ങടാ എന്ന് പറഞ്ഞവനൊക്കെ പറയാം, പോകല്ലേ പോകല്ലേ, ഇരിക്കെ അച്ഛാ ഇരിക്കെ, വാ കൊച്ചമ്മേ പോകല്ലേ, ഇരിക്കെ. ഇന്ന് രാത്രി നിനക്കൊരു പന്തി ഭോജനമുണ്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നത്. ഇത് മനുഷ്യൻ്റെ ഔദാര്യമല്ല, യേശുവിൻ്റെ കൃപയാണ്. ഇന്ന് രാത്രി യേശുവിൻ്റെ കൃപ ഒരു വലിയ പന്തി ഭോജനത്തിലേക്ക് എന്നെ നിന്നെ ക്ഷണിക്കുകയാണ്. മടങ്ങി പോകല്ലേ, നിരാശയോടെ മടങ്ങി പോകല്ലേ, ക്ഷീണത്തോടെ മടങ്ങി പോകല്ലേ, വേദനയോടെ മടങ്ങി പോകല്ലേ, രോഗത്തോടെ മടങ്ങി പോകല്ലേ, ഇല്ലായ്മയോടെ മടങ്ങി പോകല്ലേ, തൃപ്തരായി മടങ്ങി പോകണം. വായിച്ചാട്ടെ. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ചു, നുറുക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. എല്ലാവരും തിന്ന് പോകാൻ പോയ അച്ചായനും പോകാൻ പോയ കൊച്ചമ്മ ആമൻ ഹോറയിലെ അങ്കിളും ആൻറ്റിയും ഒക്കെ ഇരുന്നിപ്പോൾ ഏമ്പൊക്കെ വിടുക. ഹല്ലേലൂയ. ഇതാ ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രൈസ് ഗോഡ്. വായിച്ചെടുത്തത് ശേഷിച്ച കഷ്ണം 12 കുട്ട എടുത്തു. 12 കുട്ട. ഇന്ന് രാത്രി ചിലത് ശേഷിച്ച് നിറച്ചെടുക്കത്തക്കവണ്ണം അയക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവനെ വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ കണ്ണടയ്ക്കാൻ തലകളെ ഉണക്കാം. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി എത്ര വേദനയും എത്ര ദുഃഖങ്ങളും എത്ര ഭാരങ്ങളുമായിട്ടാണ് നിങ്ങൾ വന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ആ ഭാരവും ആ ദുഃഖവും ഇവിടെ ഇട്ടിട്ട് പോകണം. എന്നിട്ട് ആ പാത്രം നിറച്ച് നന്മയും കൊണ്ടുപോകണം. പ്രൈസ് ഗോഡ്. അപ്പോൾ വലിയ കൊട്ടയിൽ വലിയ ഭാരവുമായിട്ട് വന്നവൻ കൂടുതൽ കൊണ്ടുകൊണ്ട് പോകും. കുറച്ച് ഭാരവുമായിട്ട് വന്നവൻ കുറച്ചേ കൊണ്ടുപോകത്തുള്ളൂ. പാത്രത്തിനനുസരിച്ചല്ലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് രാത്രി വലിയ ഭാരവുമായിട്ട്, വലിയ കൊട്ടയുമായിട്ട്, വലിയ പാത്രത്തിൽ ഭാരവുമായിട്ട്, വലിയ ചാക്കുകെട്ടുമായിട്ട് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ കരമുയർത്തിയാട്ട്. പ്രൈസ് ഗോഡ്. വലിയ ഭാരം, ഇനി കൊച്ചു ഭാരമുള്ള കുറച്ച് പേരിട്ടുണ്ടല്ലോ, അവരും കൂടെ കരമുയർത്തിക്കും. എന്തിനീ ഭാരം ഇവിടെ ഇട്ടേച്ചും പോകുന്നത്? ഏത് ഭാരമായാലും ഇവിടെ ഇട്ടേച്ചും പോകാൻ പാടില്ലേ? ഇത് വീട്ടിൽ കൊണ്ടുപോകല്ലേ? ഇത് ഇവിടെ ഇട്ടേച്ചും പോകണം. പ്രൈസ് ഗോഡ്. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? വിശ്വാസം വ്യാപരിക്കണം. ആ വിശ്വാസം വ്യാപരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വചനം വിശ്വസിച്ച് ദൈവത്തെ ആരാധിക്കണം. എൻ്റെ ദാസന്മാർ ഭക്ഷിച്ച് ആരാധിക്കും. ഇന്ന് രാത്രി വചനം ഭക്ഷിച്ചവരെന്ന് കരമിക്കൊരു സ്വത്രം പറയാമോ? എന്നാൽ ഒരു പരിപ്പാട്ട് കൂടെ ആരാധിച്ച് പോകുന്നുണ്ട്, കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഭക്ഷിച്ച് ആരാധിച്ച് വിലപ്പെട്ട് കോട്ട നിറച്ച് ചുമന്ന് വീട്ടിക്കൊണ്ടുപോകാൻ പോവുക. നഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, എല്ലാവർക്കും ദൈവം നീയെന്നും എന്റേതാണ്, ഞാനെന്നും നിന്റെ ദൈവം നീയെന്നും എന്റേതാണ്. നഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം നീയെന്നും എന്റേതാണ്. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം, അത് പ്രാപിക്കുമ്പോൾ നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം, അത് ലാഭമാറും സന്തോഷമായി മാറും. നഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെല്ലാം നിന്റെ ദൈവം നീയെല്ലാം എന്റേതാണ്, ഞാനെല്ലാം നിന്റെ ദൈവം നീയെല്ലാം എന്റേതാണ്. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ ശോധന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെല്ലാം നിന്റെ
തള്ളിക്കളഞ്ഞിടുമ്പോ പിന്മാറിപ്പോയിടല്ലേ. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. കുറ്റം വീതിച്ച് തള്ളിക്കളഞ്ഞിടുമ്പോ പിന്മാറിപ്പോയിടല്ലേ. വീർപ്പില്ലാതെ മുന്നോട്ട് പോവുക, യേശു എന്നും നിന്റെ കൂടെ. കഷ്ടങ്ങളിലും പതറിയിടല്ലേ, കഷ്ടങ്ങളിലും തളർന്നിടല്ലേ. ഞാനല്ലേ ദൈവം, നീ അവന്റെ മകയാണ്. ഞാനല്ലേ ദൈവം, നിന്റെ കരത്താൽ അവൻ നിന്നെ പിണഞ്ഞതാണ്. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊല്ലാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ ശോധന. നിന്നെ പണിതെടുത്ത് നല്ല പൊല്ലാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ പകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വിശ്വസിക്ക വിശ്വസിക്ക വിശ്വസിക്ക. നിന്നെ തകർക്കാനല്ല, നിന്നെ മുടിക്കാനല്ല, നിന്നെ പണിയാൻ. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. ഓ ശങ്കര ഭൗടക നഗരക ജനബല ദുനബല ബലബല ഹന്തര. ഓ ശങ്കര ജനബല ഹന്തര ഭൗടക രാമര ബലബല ഹന്തര. ഹൽമാരാദ ഹൗറാദ ഹൽമല ഭൗടാ സാഹാര ഹന്തരാദ ഹൗദ ഹൽമല നാരക ഭാരക ഹൽമല ദൗടക നയന ഹൽമല നാരക ധാരക. ഓ ശൗടക നാരക ഭാരക കരമര ബലബല ഹന്തര ഹൽമല ദൗടക നയന മാനക രാധര ധാന. ഓ ശങ്കര ഭൗടക രാധര ഭാരക ലംദ ഭൗടക രബ്ദപരാദ ധീമന ബലബല ഹന്തര ദരബാര ദരബാര ഭാരക. ശങ്കര ഭൗടക രാധക ബലബല ധാരക ധാരക രണ്ടര ദരബാര ഓ ശാരാ ശാരാ ധന്മ പുര പരമാരാവര ജനമ കരമരവര ഭൗടക നഗര മാരക രാധര ജനമ. ഓ ശൗടക നഗര ജനമ കരമാരക രാധര ജനമ കരമരവര ഭൗടക ജഗന കരമാരക രാധര ജനമ. ഓ ശങ്കര ഭൗട ക്ഷേമര ജനമ ഓ ശങ്കര ഭൗടക കണ്ണുകളടയ്ക്കാം, തല ഉണക്കാം, പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ സന്ധ്യയ്ക്കായി ഞങ്ങൾ വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നാളുകൾക്ക് ശേഷം കർത്താവേ, അവിടുത്തെ ദാസന കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കാനും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം കർത്താവേ ശുശ്രൂഷിപ്പാനും തക്കവണ്ണം അവിടുന്ന് ബലപ്പെടുത്തിയതോർത്ത് ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. പാടി ആരാധിപ്പാൻ ആവശ്യമായ കൃപ താവ് ഞങ്ങളുടെ മേൽ പകർന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ വിശ്വാസത്താൽ എന്തൊക്കെ സാധ്യമായി തീരുമെന്ന് ഇന്ന് രാത്രി ഞങ്ങളെ കർത്താവേ ദൈവവചനത്തിൽ കൂടി ഞങ്ങളെ ഉറപ്പിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് താവേ. ഒരു കോൺഫിഡൻസ് ഇന്ന് ജീവിതത്തിൽ ഇതുവരെ പ്രാപിക്കാത്തതായ ജീവിതങ്ങൾ ദൈവവചനത്തിൽ കൂടെ ഉറപ്പും ധൈര്യവുമുള്ളവരായി മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആലോചന ഞങ്ങളെ ഇന്ന് രാത്രിയിൽ കേൾപ്പിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നതിന്റെ കൂട്ടത്തിൽ അത്രയാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ഞങ്ങളെ ഓർപ്പിച്ചുവല്ലോ. താവേ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഏതൊക്കെ ജീവിതങ്ങള് ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു
ഏൽപ്പിച്ചു കൊടുക്കുവാൻ, വിശ്വാസം ഏറ്റെടുക്കുവാൻ ആരൊക്കെ തീരുമാനമെടുത്തുവോ അവരുടെ ജീവിതത്തിൽ കർത്താവേ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുന്നതായ ഒരു യേശുവിന്റെ അത്ഭുത ശക്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടേണ്ടതിനായി ഇന്ന് രാത്രി തുടർന്നും പ്രാർത്ഥിക്കുകയാണ്. ശൂന്യമായിരിക്കുന്ന അവസ്ഥയില്, മരുഭൂമിയുടെ അവസ്ഥയില്, ഒന്നുമില്ലാത്ത അവസ്ഥയില് യേശുവിന് അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതായ ഒരു വിശ്വാസം ഇന്ന് രാത്രിയിൽ ഉളവായി വരുവാൻ, ഇന്ന് രാത്രി ആ വിശ്വാസത്താൽ അത്ഭുതങ്ങൾ കാണുവാൻ, ഇന്ന് രാത്രി ആ വിശ്വാസത്താൽ ശേഷിപ്പിച്ച കുട്ടകൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന കൃപ ഓരോരുത്തരുടെ മേലും പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസനെ താവേ ശക്തീകരിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ, എല്ലാത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മഹത്വമർക്കപ്പെട്ട കുഞ്ഞാടിന് പ്രാർത്ഥന കേട്ടതിനാണ് സ്തോത്രം. യേശുവിൻ നാമത്തിൽ നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മളോട് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കൂടെ എപ്പോഴും നിന്നേക്കൊണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയനന്ദ ദൈവത്തിന്റെ ശബ്ദത്തിൽ 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ.